ഈയിടയ്ക്കൊരു പണി കിട്ടിയത് മറന്നു പോകും. എനിക്ക് മറക്കില്ല ഒരിക്കലും. എനിക്ക് സത്യം പറഞ്ഞാൽ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഇത്രയും കരുത്തുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു നല്ലൊരു വാക്കെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നത് ഈ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് സാറിനോട്, ശ്രീകണ്ഠൻ സാറിനോട് ഞാൻ പറയാം, ഹാഷ്മി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിനോട് നന്ദി പറയണം. എന്ന് വെച്ചാൽ ബലാത്സംഗത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഈ പറഞ്ഞ ഹാഷ്മി എന്ന് പറഞ്ഞ നിങ്ങൾ ഈ ധാർമ്മികതയുള്ള ഈ 24 ആണെങ്കിലും റിപ്പോർട്ടർ ആണെങ്കിലും ഏഷ്യാനെറ്റ് ആണെങ്കിലും ഏത് ചാനലും ചെയ്തത് അജയ് ഉണ്ണിയെ ഫോക്കസ് ചെയ്ത് കാണിച്ചത് ബലാത്സംഗത്തിന് ആഹ്വാനം ചെയ്ത അജയ് ഉണ്ണി എന്ന രീതി മാത്രമാണ്. എന്നാൽ അജയ് ഉണ്ണി തൊടുപുഴ എന്ന ആളുടെ ധാർമ്മികത എന്താ പറഞ്ഞത്? തീർച്ചയായിട്ടും ഞാൻ പറയാം. തീർച്ചയായിട്ടും എനിക്കൊരു മാറ്റമില്ലാണ്ട് ശ്രീകണ്ഠൻ നായർ സാറിനോട് ഞാൻ പറയാം. ഇപ്പൊ സാറ് ചോദിച്ചു ഒന്ന് തൊട്ടിട്ട് പൊള്ളി നിൽക്കുമല്ലെന്ന് സാറ് ചോദിച്ചു. കേരള സംസ്ഥാനത്ത് മുഴുവൻ നിങ്ങൾ സഹിതം ആറാടിയതാ എന്നെ അജയ് ഉണ്ണി തൊടുപുഴയും പറയാൻ കാരണം ഞാൻ പറയാം. ദീപക് എന്നൊരു യുവാവ് ആത്മഹത്യ ചെയ്തു ഷിംയുടെ ഒരു ഇതുപോലെ. അത് നമ്മൾ പോട്ടെ, രണ്ടും യെസ് ഓർണോ അത് പോയി. ആ സമയത്ത് ചുമ്മാ പൊങ്ങി വന്ന കൂണ് പോലെ പൊട്ടിമുളച്ച ഒരു മനുഷ്യനാണ് അജയ് ഉണ്ണി തൊടുപുഴ എന്ന് വെച്ചാൽ. അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള എല്ലാവരെയും ഈ കേരള സംസ്ഥാനത്തിന്റെ കാര്യം പറയൂ. പൊട്ടിമുളച്ചതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞ ഷിംജിതയെ എല്ലാവരും ആവേശഭരിതമായി വികാരഭരിതമായി ഓരോരോ ഈ പറഞ്ഞ റീലുകൾ ഇട്ടപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെതായ രീതിയിൽ ഞാൻ എൻ്റെ വികാരത്തിനനുസരിച്ച് ഞാൻ ഒരു റീലിട്ടു. ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് എല്ലാവരും മര്യാദകളുള്ള റീലായിരുന്നു അത്. തീർച്ചയായിട്ടും ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ പിൻവലിച്ചിട്ടില്ല, ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ അതിന്റെ അകത്ത് റീല് ഫുള്ള് കാണിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞത് എന്താണ്, നാട്ടുകാരെ നിങ്ങൾ ഈ പറഞ്ഞ 24 ഏഷ്യാനെറ്റ് ഏതെങ്കിലും ചാനലുകൾ എന്നെ എങ്ങനെയാണ് ഇവിടെ അവതരിപ്പിച്ച് എന്നാ എന്റെ യഥാർത്ഥത്തില് ഇപ്പൊ താങ്കൾ പറയുന്ന ഈ വാർത്താ ചാനലുകൾ കൊടുക്കാതെ പോയ സാധനം എന്തുവാ താങ്കൾ കൊടുക്കണം ആഗ്രഹിച്ചത്? കൊടുക്കാതെ പോയത് ഞാൻ ചെയ്ത നല്ലത്, ഞാനൊരു 1000 നല്ലത് ചെയ്ത് പോയിട്ട് എനിക്കൊരു വാക്കുവഴ എന്റെ വായി സമ്മതിച്ചിട്ടില്ല. അജയ് ഉണ്ണി എന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്റെ നിലപാട് ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടോ? ഖേദവും പ്രകടിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തി. താങ്കളെ ഒന്നാമത് എന്താ പറയുക, ഈ സംഭവത്തിന് ശേഷം റേപ്പ് ചെയ്യുന്നതിന് അനുകൂലമായി ഒരിക്കലും ഇല്ല. നിങ്ങൾ പറഞ്ഞത് അത് ചാനലുകൾ പറഞ്ഞു വരുത്തിയത്. ഞാൻ കേരളത്തിലെയും ഇന്ത്യയിലും താങ്കൾ ഇട്ട പോസ്റ്റ് നമുക്കൊന്നുകൂടെ ആൾക്കാരെ വികാരം അന്നും ഇന്നും ഞാൻ എന്റെ ആവേശം കൊള്ളരുത്. ഒരു ചാനലിലും എനിക്കിത് നാട്ടുകാരുടെ മുമ്പിൽ അഭിനയിക്കാൻ ഞാൻ സിനിമയിലല്ല. എന്റെ വികാര പ്രകടനം ഞാൻ അതുപോലെ തന്നെ എന്റെ വികാര പ്രകടനങ്ങള് സ്വകാര്യതയിൽ കാണിക്കാതുണ്ട്, പബ്ലിക് പ്ലേസിലുണ്ട്. ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു വാക്ക് പിഴവ് വന്നാൽ അത് ക്രൈമാണ്. ഒരു വാക്ക് പിഴവ് മുമ്പുള്ള നല്ല പ്രവൃത്തി എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? നല്ല പ്രവൃത്തി അജയ് ഉണ്ണി അജയ് ഉണ്ണി തൊടുപുഴ എന്നുള്ള ആള് ഒരു റീലും കൂടെ നല്ല പ്രവൃത്തി ചെയ്ത പലരും എന്റെ ഒരെണ്ണമല്ല, അതിന് മുമ്പുള്ള ഞാൻ ആരായിരുന്നു എന്നുള്ളതും കൂടെ കാണിക്കണം. നല്ല സംഭാഷണം നടത്തിക്കൊണ്ട് പോക്സോ കേസിലെ പ്രതിയാണ്. മനസ്സിലാക്കുക, 1000 നന്മ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്ന ഫിലിപ്പ് മമ്പാട് പോക്സോ കേസിൽ പ്രതിയാണ്. മനസ്സിലാക്കുക, പലരും കാപട്യ മുഖങ്ങളാണ്. ഇവിടെ വന്നിരുന്ന മൂരാരി ഇന്നെന്താണ് പോക്സോ കേസിൽ പ്രതിയല്ലേ? പലരും കാപട്യം കാണിച്ച ചെന്നായ്ക്കളാണ്. മറച്ചു വെച്ചിട്ടാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ആ തെറ്റുകൾ മാത്രം എടുത്താൽ മതി. നല്ല കാര്യങ്ങളുടെ വേണ്ട. സാർ കേൾക്കാൻ ഞാൻ ഈ പറഞ്ഞ ജോൾസിനോ ഞാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവാവ്. അതായത് ഒരു നല്ല നാടൻ ചേമ്പും കാച്ചിലും കപ്പയും കിഴങ്ങും സാമ്പാറും പൊറോട്ടയും ഒരു ഇടുക്കിക്കാരൻ, അതിനോടൊപ്പം തന്നെ തൊടുപുഴക്കാരനാണ് ഞാൻ. അതായത് എൻ്റെ വികാരങ്ങള് ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളത് കാരണം ഞാൻ ഹെൽമെറ്റ് പോകാത്തതിന് ഒരു സെക്കൻഡ് ഞാൻ ഹെൽമെറ്റ് വെച്ച് പോകാത്തതിന് ആൾക്കാർ ഒരുപാട് പരാതി പറയുന്നുണ്ട്. ഞാൻ ഹെൽമെറ്റ് വെച്ച് പോകാത്ത കാരണം എനിക്കും എൻ്റെ കുടുംബത്തിനും, എനിക്ക് ഭാര്യയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് അല്ലെ എനിക്ക് അമ്മയുണ്ട്, എൻ്റെ അമ്മയ്ക്കും അച്ഛനോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.